ഇതാണ് നമ്മൾക്ക് കറിക്കുള്ള ഐറ്റംസ്. ഇനി ഇതൊക്കെ രണ്ട് മുളക് പൊടി ചീന്തിയിടാം. രണ്ടെണ്ണം നമ്മുടെ അടുപ്പത്ത് തിളക്കാറായിട്ടുണ്ട്. ഉപ്പ് അരി കൈകൊണ്ടിരുന്നത് കരിയിട്ട് രണ്ടിട്ട് ഈ സാധനം കുട്ടി ചോദിക്കാണ് എന്താണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യണത്. അമ്മ രണ്ടാടേ ഇവിടെ എന്താണ് ചെയ്യണത്, എന്താണ് ഇത് എത്ര ഡയറ പൈസ. ഇവിടെ തന്നെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32 ഡയർ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാ. അപ്പം ഞങ്ങളുള്ളത് ഷോളാപ്പൂരാണ്. ഷോളാപ്പൂരിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് പൂനെ ഭാഗമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഒന്ന് വേണേ കയറാം. അതായത് അരിയർ ഫോർട്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഫേമസ് ആയിട്ടുള്ള. അരിയർ ഫോർട്ട് കയറാൻ പറ്റുമോ അറിയില്ല കേട്ടോ, കാരണം നമ്മുടെ വണ്ടി ഇതാണ്. പിന്നെ ഞങ്ങൾ ഷൂ ഇല്ല നമ്മുടെ കയ്യിൽ. ഷൂ ഒന്നും ഇല്ലല്ലോ, മല കയറുമ്പോൾ ട്രക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഷൂ ഒക്കെ വേണം. സാധാ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാകുമോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അതെന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇന്നലെ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങുവാണ്. കണ്ടാ പെട്രോൾ പമ്പ് നമ്മൾ പോവേണ്ട ഹൈവേ ആണത്. ഇനി ഇവിടെ നിന്ന് നമ്മളുടെ വണ്ടി എടുത്തിട്ട് നമ്മൾക്ക് ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ നല്ലൊരു പ്ലേസ് കിട്ടണം. നമുക്കൊന്ന് കുക്ക് ചെയ്യണം. കണ്ടാ ഐഡിയൊക്കെ ഏതാണ്ട് പകുതിയായിട്ടാണ്. നമ്മൾക്കൊന്ന് കുക്ക് ചെയ്യണമല്ലോ ഇപ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. വണ്ടി ഇവിടെ നിന്ന് എടുക്കുവാണ്. ഇന്ന് രാവിലെ വണ്ടി എടുക്കുന്നവിടെ തൊട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ പമ്പിൽ കുളിക്കാനും ടോയ്ലറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാത്തിനും നല്ല സൗകര്യമായിരുന്നു. പാർക്കിംഗ് സൗകര്യമൊക്കെ അല്ലേ. ഞങ്ങൾ ഇന്ന് ഇത്ര സൗകര്യത്തോടൊരു പമ്പ് ഇതുവരെ കിട്ടിയില്ല. ഇല്ലല്ലോ, അതെ, ഇത്ര സൗകര്യത്തോടൊരു പമ്പ് കിട്ടിയില്ല. എന്നാൽ പിന്നെ ഇനി നമ്മൾ പോകുന്നത് പൂനെ റൂട്ടാണ്. അത് ഇപ്പം തന്നെ മനസ്സിലാക്കുക, നമ്മൾ പോകുന്നത് പൂനെ റൂട്ടാണ്. പൂനെ ഹൈവേയിലാണ് നമ്മൾ പോവുക. അതിന് ചിലപ്പോൾ നമുക്ക് വില്ലേജ് കയറണം തോന്നി അപ്പോൾ ഒന്ന് ഇറങ്ങി പിന്നെ അതിലേക്ക് തന്നെ കയറും നമ്മൾ. അപ്പോൾ ആ വില്ലേജിൻ്റെ പേര് ചിലപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയില്ല, ഏത് വില്ലേജ് ആണെന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കഴിയില്ല. പക്ഷേങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ യാത്രകൾ ഉണ്ടാവൽ. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ദൂരം പോയിട്ട് നല്ലൊരു പ്ലേസ് കിട്ടിയിട്ട് അവിടെ നമുക്ക് കുക്ക് ചെയ്യണം. രാവിലത്തെ ഭക്ഷണം തന്നെ കുറച്ച് അവരെന്തോ കഴിച്ചോളൂ അല്ലേ, പക്ഷെ ഒന്നുകൂടി കനത്തിൽ കഴിക്കണം വേണ്ടേ. അപ്പോൾ നമുക്ക് വിടാം. കുറേ നേരമായി ഓടിക്കൊണ്ടിരിക്കണം നല്ലൊരു സ്ഥലം തട്ടിയിട്ട്. ഇപ്പം നല്ലൊരു സ്ഥലമായിട്ടല്ല, വലിയ സ്ഥലമാണ്. ഓക്കെ, ആദ്യത്തെ പരിപാടി ഇവിടേക്ക് എവിടേക്കൊരു കുറ്റി വെച്ചിട്ട് അടുപ്പിനെ കറക്കണം. ഈ സംഭവം ഫുള്ള് ഇറക്കണം. വെള്ളമൊക്കെ ഇറക്കാം. എന്താ വെള്ളമൊക്കെ ഇറക്കാം. വെള്ളമൊക്കെ ഇന്നലെ ഇവിടെ വെള്ളത്തിന് വലിയ പ്രശ്നമില്ല കേട്ടോ. ഇതൊക്കെ വെള്ളത്തിന് പ്രശ്നമില്ല. നല്ല കാറ്റാണ് ഗൈസ്, നല്ല കാറ്റാണ്. നമ്മുടെ കുറ്റി ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിത് വരുന്ന വഴിക്ക് നമ്മൾക്ക് എന്താ പറയുക, യെല്ലാപ്പൂർ കാട്ടിലേക്ക് കയറുന്ന കാട്ടിൽ നിന്ന് കിട്ടിയിരുന്നൊരു ചട്ടയാണ് ഇത്. വളരെ ഉപകാരമാണ് കാറ്റിന്. കാറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ കാറ്റിനുള്ള തടസ്സം, കാറ്റടിച്ചിട്ട് തീ കിടുന്ന ഗ്യാസ് ഓവർ ചിലവാകുന്ന പ്രശ്നമൊക്കെ തീരും. കുഴപ്പമില്ലല്ലേ, നല്ല സ്ഥലമാണ്. ഇവിടെ അധികം വണ്ടികളൊന്നും ലോറികളൊക്കെ കൊണ്ടുവന്ന് നിർത്തുന്ന സ്ഥലമാണത്. ഇങ്ങനെയാണ് വയ്ക്കാറ് നമ്മൾ. അതിലിപ്പോൾ ചട്ടയ്ക്ക് തീ പിടിക്കാതെ നോക്കണം. അങ്ങനത്തെ ഒരു ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. എന്നാൽ ഇതൊക്കെ ഒന്ന് പൊന്തിച്ച് വെച്ചാൽ ഷാറായി, കാറ്റും അല്ലാതെ കയറില്ല. ഉണ്ടാ ഓക്കെ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആദ്യം തന്നെ ഞങ്ങൾ വെള്ളം അടുപ്പത്ത് വെക്കുക, അതോ നമ്മൾക്കിപ്പോൾ കഴിക്കാനുള്ള നൂഡിൽസ് ഉണ്ടാക്കണം. വെള്ളം അടുപ്പത്തേക്ക് എന്നിട്ടോ ആദ്യം നമുക്ക് നൂഡിൽസ്, ആദ്യം ചായ ഉണ്ടാക്കാം. ചായ ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ചായ ഉണ്ടാക്കിയാൽ ഈ ചോറ് വേവുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റും. വിശക്കുണ്ട്, ചായ കുടിച്ചിട്ട് ഒരു ഉഷാറിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല അത് ഈ കാലാവസ്ഥയിൽ എന്തോ ഒരു ജലദോഷത്തിന് ചെറിയൊരു അപാകതയുണ്ട്. മൂക്കിങ്ങനെ വലിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ പ്ലേറ്റും കാര്യമൊക്കെ അത് ആദ്യം ചായ ഉണ്ടാക്കാം. അരി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരി പകുതിയായി, നല്ല തീറ്റ തന്നെയാണ്. ആകെ ഒരാഴ്ചയായുള്ളൂ, അപ്പോഴേക്ക് അരി കഴിഞ്ഞു. വെള്ളം ചായക്കുള്ളത് അങ്ങനെ വയ്ക്കുക. ഓക്കെ, ചായക്കുള്ള വെള്ളം വെച്ചിട്ട് കറി എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഇത്രയും ദിവസം ഈ കുക്കിംഗ് വീഡിയോ കാണിക്കാൻ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല അല്ലേ. അവർ ഉള്ളിയും തക്കാളി കയങ്ങുമാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും തന്നെ ഒരു ഉള്ളി എടുത്തുണ്ട്, ഒരു തക്കാളി ഉണ്ട്, കയങ്ങുണ്ട്. അതിൽ ഇന്നലെ വാങ്ങിച്ച പഴയ ഒരു കയങ്ങുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലീനാക്കാൻ വേണ്ടി പോകുന്നത്.
തേങ്ങ നമ്മൾ തൊലി എത്തിയിട്ടുണ്ട്. തൊലി എത്താതെയൊക്കെ വെക്കുന്നവരുണ്ട്. നമ്മൾ തൊലി എത്തിയിട്ടാണ് വെക്കാറ്. ഇതാണ് നമ്മൾക്ക് കറിക്കുള്ള ഐറ്റംസ്. ഇനി ഇതൊക്കെ 2 മുളക് കൂടി ചീന്തിയിടാം. 2 മുളക് നമ്മൾ വാങ്ങിയതില്ല ഇപ്പോൾ കഴിഞ്ഞോ. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ഗ്യാപ്പിൽ ഇവിടെ വെള്ളം നമ്മുടെ അടുപ്പത്ത് തിളയ്ക്കാറായിട്ടുണ്ട്. ഉപ്പ് അരി കൈകൊണ്ടിരുന്നത് അരിയിട്ട് 2 ഗ്ലാസ് അരി 2 ഗ്ലാസ് അരി ഇട്ട്. ഓക്കെ, കുക്കും അരി കഴുകിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ 2 മുളകും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളി. ഓ ഭൂലൊക്കെ കാറ്റ് പൊടിയാണ് പറയുന്നത്. എൻ്റെ മോനെ പെരും കാറ്റ്. കടപ്പുറത്ത് പോയ ആ ഫീലില്ലേ. പൊടിയാണ്. വണ്ടിൻ്റെ ഉള്ളിലൊക്കെ പൊടിയാണ് കയറുന്നത്. ആ പച്ചക്കറിക്കൊക്കെ പൊടി കയറിയില്ല. ഇതൊക്കെ ഒന്നുകൂടി കഴുകേണ്ടത് ഇവിടെ. ഇതൊക്കെ ഒന്നുകൂടി കഴുകണം. ഇത് ഒന്നുകൂടി കഴുകേണ്ടി വരും. ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം. എമർജൻസി. ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കാം. കഴുകി വെച്ചിട്ടുണ്ട്. ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കാം. എണ്ണ കാറ്റാ. അതാണെങ്കിൽ ഇവിടെ നിറച്ച് പൊടിയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഒരു പൊടിക്കാറ്റ്. ചായ എന്തായി? ഓക്കെ തൊട്ടാ. ആ മതിയാവൂല്ലേ അല്ലേ? അതുണ്ടോ? ആ അതിലുള്ള ചായ ഇന്നലെ ഉണ്ടാക്കിയായല്ലേ, അത് കളയാം. പക്ഷെ ഞങ്ങൾ രാവിലെ കുടിച്ചത് ആ ചായയാണ്. ഞങ്ങൾ വേസ്റ്റ് ആക്കാണ്ട എഴുതിയിട്ടല്ല. നമ്മൾക്ക് രാവിലെ ചിലപ്പോൾ പമ്പിലാണ് കിടക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് കുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇതേപോലെ എത്തിയിട്ടേ പറ്റുള്ളൂ. ഇനി ആ ചായ കളഞ്ഞിട്ട് ഇനി ഈ ചായ അതിലേക്ക് ഒഴിക്കും. ഇതിൽ തന്നെ നമുക്ക് ഇന്ന് ഇപ്പോൾ കുടിക്കാനും ഈവനിങ് കുടിക്കാനും നാളെ രാവിലെ കുടിക്കാനും ഉണ്ടാവും. ഇന്നലത്തെ ചായക്ക് പഞ്ചസാര ഏറിയിരുന്നു. ഇന്ന് ഞാൻ ഏറിക്കേണ്ട കേട്ടോ. ഇന്നലെ ജല്ലട്ടെ ഞാനാട്ടെ. ഇങ്ങനെ തട്ടുമ്പോൾ എന്താ വെച്ചാൽ ഒരു അളവ് കിട്ടുന്നില്ല ലോക്കോ. ഒരളവ് കിട്ടുന്നില്ല. നമ്മുടെ ചട്ടി കഴുകിയുണ്ടോ ഇപ്പോൾ? ചട്ടി ഒന്ന് കഴുകിയിട്ടുണ്ട്. നമ്മൾ വല്ലാതെ ഉരച്ച് കഴുകാനുള്ളൊരു സെറ്റപ്പൊന്നും നമ്മുടെ കയ്യിലില്ല. സാബുവിന് ചണ്ടിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകണം. അങ്ങനെ ഞങ്ങൾ ചെയ്യും. ധാബകളിൽ ഞങ്ങളെത്തുമ്പോൾ എല്ലാ പാത്രങ്ങളും ഒന്ന് എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കഴുകും. എന്നാൽ പിന്നെ ഇതെടുത്താ ചായ നല്ലതാണ്. നല്ലതാണ് ഇത്. ഓക്കെ ചായ റെഡി. ചായ ആയ ഉടനെ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. ഇനി നമ്മൾക്ക് ഇന്ന് ഈവനിങ്ങും നാളെ രാവിലേക്കുള്ള ചായ നമ്മളിതിലേക്ക് ഒഴിച്ച് വെക്കും. ഇത് നമുക്കിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ തന്നെ വെക്കാം. ഇത് നമ്മളിപ്പോൾ തന്നെ കുടിക്കും. ഇപ്പോൾ ഇനി നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ അങ്ങനെ കുടിക്കും. വെള്ളം വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നോ ഉണ്ടാക്കണേ? രണ്ടും ഒരുമിച്ചാണ്. ഒരു പാക്ക് 4 ഉണ്ടാവും. 2 പീസ് എടുത്താൽ മതി. ഇത് 2 ബാക്കി 2 അവിടെ വെച്ചിട്ടുണ്ട്. ഇത് 2 നമ്മൾ ഇടുന്നത്. കുക്കിംഗ് വീഡിയോ ചെയ്ത് പരിചയമുള്ള ആളുകളല്ല ഞങ്ങൾ ഇത്തരത്തിൽ ട്രാവൽ ചെയ്യുന്ന ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുക്കിംഗ് എങ്ങനെയാണെന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ പോകുന്ന ദിവസം ഫസ്റ്റ് ഇറങ്ങിയിരുന്ന ദിവസം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് കുക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടായിരുന്നു. അതാ പിന്നീട് ഇടാഞ്ഞത്. പിന്നെ ഇടാനുള്ളത് ഇത് തന്നെയാണ്. സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മളുടെ നൂടൂന് അത് തട്ടി കൊടുക്കാം. ഒക്കെ ഒന്നത് കലങ്ങി ചേരട്ടെ. 2 പേർക്കും ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. ഇതൊന്നൊരു വിവേചനമല്ല. ഒരാൾ ഫസ്റ്റ് നമ്മളങ്ങനെ ചെയ്തിരുന്നു അല്ലേ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ടൈം വേസ്റ്റ് ആക്കണം. ഞങ്ങൾ 2 പേരല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ ഓരോരുത്തർ തന്നെയാണ്. ഒറ്റ കുക്കിങ്ങാണ്. അതായത് 2 പേർക്കും ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യും. ഇത് പിന്നെ ഞങ്ങൾ ബറാബറാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ രാത്രി വരെയുള്ള ചോറ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട 2 ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളത്. ഇനി കറി ഉണ്ടാക്കുന്നത് ഒക്കെ രാത്രിയിൽ കൂടി വേണ്ടിയിട്ടാണ്. നമുക്കെന്താ കുക്ക് ചെയ്യുമ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പുറത്തേക്ക് എടുക്കണം കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ പുറത്തേക്ക് എടുക്കണം. കുറച്ച് തുടങ്ങി. അതായത് മൂടി ഏകദേശമായി. കുക്ക് ഇറക്കി കൈക്കര കണ്ടെടുത്തോട്ടോ. കൈ നന്നായിട്ട് ചൂടാവും, ശ്രദ്ധിക്കുക. ഓക്കെ യെസ്. നേരെ ചോറ് വെക്കുക.
കാരണം എന്താ വെച്ചാൽ ഇനി കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേങ്കിൽ നമുക്ക് ഈ ചട്ടി തന്നെ ഫ്രീ ആവണം കറി ഉണ്ടാക്കണമെങ്കിൽ. നമ്മൾ താകെ ചട്ടി വരും, ആ നേരം ആകുമ്പോഴേക്ക് ചോറ് ഒന്ന് തിളച്ച മറിയും, ചോറായിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. കണക്കിൽ ജയിച്ചിക്കണമെങ്കിലും തോറ്റോ? ഒരു ബറാബറ കണക്ക്. വേമ്പേർ തട്ടിക്കളാ, എന്തിനാണ് ഇങ്ങനെ ചൊർക്ക് കൂട്ടണേ? ചൊർക്കും കൂട്ടണ്ട, വേമ്പേ നോക്ക പരിപാടി. അയ്യ ആ ഓക്കെ. നമുക്ക് അങ്ങോട്ടും ചേഞ്ച് ഇനി ഇതിൽ ഏതിലേലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാമെങ്കിൽ കൊടുക്കാം. കുക്ക് സാധാരണക്ക് തയ്യാറൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല. കാരണം അത് കണക്കാണ് കാരണം അതിലിപ്പോൾ ഇനി മാറ്റമൊന്നുമില്ല. നിരത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടുതലുണ്ട്. അയ്യ സെറ്റില്ലേ? എനിക്ക് തോന്നുന്നത് ഇതിൽ കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നല്ലേ? അത് 2 പേര്. അതെ 2 പേര്. ഓക്കെ ഓക്കെ മതി. അതൊക്കെ ഇപ്പോൾ കൂടുതലേ, അതൊക്കെ തന്നെ പറയണേ. ഇനി നമ്മളുടെ പരിപാടി ചായ കുടിക്കുക എന്നുള്ളതാണ്. ചായ കുടിക്കുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുവാണ്. അത് അടി പിടിക്കാതെ നോക്കണം. ഗ്യാസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തീ കൂട്ടി വെച്ചത് കൊണ്ട് തന്നെ ചോറ് അടി പിടിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് നോക്കണം. ഇത് നല്ലൊരു വേപ്പിൻ്റെ മരമാണ്, 1 അല്ല 2 വേപ്പിൻ്റെ മരമാണ്. എന്താ വളരെ വലിയ പ്രദേശമാണ്. അപ്പം അടിച്ചിട്ടുള്ളൂ കാറ്റ്, പിന്നെ കാറ്റുണ്ടായില്ല അല്ലേ? ആ ഓരോ ഗ്ലാസ് ചായ 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 ചായ. അടി പിടിക്കണ്ടോ? ആ എന്താ മുട്ട പുഴുങ്ങണോ അതോ പൊരിക്കണോ? എന്താണ് പൊരിക്കല്ലേ? അത് ഞങ്ങൾ ഇതുവരെ പൊരിച്ചില്ല. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ പുഴുങ്ങിയേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഇന്ന് പൊരിക്കാം. ഇന്ന് പൊരിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കറിയുടെ കൂട്ടത്തിൽ അതും ആക്കാം. എന്നാ വാ ചായ കുടിക്കാം. നാളെ തന്നെ നോണഞ്ഞിക്കണ നോണഞ്ഞിക്കണ ചായക്ക് ഇത് മതി മധുരം. ഇന്നലെ മധുരം ഓവറായിരുന്നു, ഇന്നിത് മതി. നമ്മളിപ്പോൾ ഈ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോളാപ്പൂർ പൂനെ മുംബൈ ഹൈവേയുടെ വക്കിനാണ്. ഇതാ കാണുന്നതാണ്. ഇവിടുന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നവിടുന്ന് ഏകദേശം അല്ല, ഇവിടുന്ന് ഒരു 215 കിലോമീറ്ററോളം ഇവിടെ നിന്നുണ്ട് ദൂരം പൂനെയിലേക്ക്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് റൺ ചെയ്യാനുള്ള ദൂരം നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഷോളാപ്പൂരിലാണ് ഒന്നര കിടന്നത്. നമ്മളെ പമ്പൊക്കെ അവിടെ ആയിരുന്നു. നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ നിന്നായിരുന്നു നമ്മുടെ ഇൻട്രോ ഒക്കെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഈ കുക്ക് ചെയ്യുന്നിടത്തേക്ക് ഞങ്ങൾ 1.5 മണിക്കൂർ റൺ ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്. അതായത് 45 കിലോമീറ്റർ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. 45 കിലോമീറ്റർ പോകുന്ന അവിടെ നിന്ന് ഇവിടെ എത്തി. ഇത് മോഹല എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ വരുന്ന ടൗണുണ്ട്, ആ ടൗണിൻ്റെ പേര് അതാ തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ വരുന്നത് ചോറ് നല്ല രീതിയിൽ തിളച്ചു, തള നടക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി കറി ഉണ്ടാക്കുക. കറി ഉണ്ടാക്കിയ ഉടനെ നമ്മൾ കറി എടുത്ത് വെക്കും. അതിനുശേഷം നമ്മൾ മുട്ട പൊരിക്കണം. അത്രയും കാര്യങ്ങളാണ്. ഈ ചെട്ട കിട്ടിയത് വളരെ ഉപകാരമായി. ഇല്ലെന്നാണെങ്കിൽ ഇത്ര ഏരിയകളിൽ വന്നാൽ നമ്മൾ പെട്ടുപോയാനൊക്കെ അല്ലേ? ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അവിടുന്ന് ഒരു ഷീറ്റൊക്കെ വാങ്ങിച്ചാൽ മതി. പക്ഷേങ്കിൽ ഞങ്ങൾ പെട്ടി നോക്കി നടക്കുമല്ലായിരുന്നു. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒരു പെട്ടി കിട്ടി. അതാണ് സ്ട്രോബെറിൻ്റെ പെട്ടി. അത് സ്ട്രോബെറി ആയിരുന്നു അല്ലേ? ഇതിൽ കുറേ സ്ട്രോബെറി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പകുതിയോളം സ്ട്രോബെറി ആയിരുന്നു. അതൊക്കെ ഞങ്ങൾ ചിന്തി കളയാനൊക്കെ കേട് വന്നല്ലേ, ചീഞ്ഞ് മണക്കൽ തുടങ്ങിയിട്ടുണ്ടല്ലേ. അതായത് ആദ്യം കറി ഉണ്ടാക്കാനാണ് കരുതിയത്. അതായത് ഇനി ചോറ് വെന്തു ഇല്ലക്കോ, ചോറ് ഇപ്പോൾ ഊറ്റണ്ട, അവിടെ വെക്ക് ഊറ്റ നമുക്ക് ഇപ്പോൾ ചൂടല്ലേ. ഇനി നമ്മൾ ഈ ചട്ടി വെച്ചിട്ട് നൈസായിട്ട് ചട്ടി എണ്ണ എടുത്തോ. ഞാൻ ആ മുട്ട ഒന്ന് എടുക്കട്ടെ. മുട്ട നമ്മളെന്താ വെച്ചാൽ പൊരിക്കുകയല്ല ചെയ്യണം, അതായത് ആംപ്ലേറ്റ് അല്ല. ഇനി 2 മുട്ടയും കൂടി ഉള്ളൂ കേട്ടോ. ഇനി 2 മുട്ടയും കൂടി ഉള്ളൂ കേട്ടോ. ആംപ്ലേറ്റ് അല്ല നമ്മൾ കരുതുന്നത്, നമ്മൾ ജസ്റ്റ് ചില്ലി ഇല്ലക്കോ. തീയാണ് വെറുതെ വേസ്റ്റായി പോകുന്നത്. ഒന്ന് വെള്ളം ഉണ്ടായത്, ആ വെള്ളം ഒന്നായിട്ട് ചൂടായി വറ്റിക്കഴിഞ്ഞാൽ ജൽദി ചെയ്യണം. ജൽദി ചെയ്യും. കുറച്ചുള്ളി ഉപ്പുണ്ട്, ഉപ്പോടെ
മുട്ടം പൊട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ മുട്ടയും പൊട്ടിയിരിക്കുന്നു. രണ്ടെണ്ണമാണ് പൊട്ടിയത്. പൊന്തിച്ചണക്കി കട്ടിമീൻ എടുക്കതായി ഒന്നും. അപ്പോൾ ഇന്നത്തെ മുട്ട റെഡിയായി. അപ്പം മുട്ട ഓക്കെ. മുട്ട എന്ന് പറഞ്ഞത്ര ഉള്ളല്ലോ. എവിടെ മുട്ട നോട്ടെ. ഒരു തട്ടിക്കൂട്ട് പരിപാടി പുഡിങ്ങാണത്. ഇനി എന്താ വെച്ചാൽ കുറച്ച് നേരത്തെ നമുക്ക് ഓഫാക്കി വെക്കാം. ഇതുപോലത്തെ ഒരു പാത്രം ഞങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കയറിയതായിരുന്നു. എന്താ വെച്ചാൽ എന്തിനേലൊക്കെ ഉപയോഗിക്കാൻ വാ. ഇനി ഇതിലേക്ക് ഇട്ട് വെക്കാം ഇവനെ അല്ലേ? അതെ. അടച്ച് അപ്പോൾ മുട്ടയായി. ഇനി കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഒന്ന് കഴുകണം. ഒരു ദിവസം ഞാനേ മുതലാളിക്ക് ചാണ്ടകി കൊടുത്തു. ആ പണിക്കാരില്ലാത്തതുകൊണ്ട് ഞാൻ ചാണ്ടകി കൊടുത്തപ്പോൾ ഞാൻ ഒരു ഏലക്കായിൻ്റെ പാക്കറ്റും മേടിച്ചു. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയല്ലേ അപ്പോൾ ആയിക്കോട്ടെ ഒരു സ്ഥലം ആയിക്കോട്ടെ ചോദിച്ചപ്പോൾ ഒരു ദിവസം ഏലക്കായ ഇട്ട് ചായക്ക് ഏലക്കായ ഇട്ട് നോക്കിയപ്പോൾ ഇയാൾക്ക് രസമായി. ഈ ചായ ഉണ്ടാക്കിക്കളാം. അപ്പോൾ വണ്ടിയിലെന്തായി ജാത്തേ തലയിൽ വന്നു പറഞ്ഞില്ലേ. അതായത് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഉള്ളിയും തക്കാളി കിഴങ്ങ് മുളക് എന്നിവയൊക്കെ ഇത് ഇട്ടിട്ടുണ്ട്. കാണുന്നുണ്ടോ ഉപ്പ്? അതെ കാണുന്നുണ്ട്. എന്നാൽ കാണിച്ചു കൊടുക്കും. ഇനി ഇതൊന്നിങ്ങനെ ആകുമ്പോഴേക്ക് കുറച്ച് മസാല ചേർക്കാം. മസാല മുളക് പൊടി മഞ്ഞൾ നൂഡിൽസിലേക്ക് അത്ര വേണ്ട. ഇല്ലാത്ത മത്സരം കൂടി കരിയതേ എന്താ വെച്ചാൽ കണ്ടു ചട്ടി തിരിയണം. എവിടെ കഴിക്കല കണ്ടോ? ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ആളെ. ഇനി ഉള്ള പരിപാടി എന്താ വെച്ചാൽ വെള്ളം ഒഴിക്കാം. കൊണ്ടുപോയാ ഓക്കെ കിട്ടില്ലേ? ഓക്കെ ഓക്കെ ഞാൻ അവിടെ കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പോൾ കറീൻ്റെ ഏകദേശം കോലം ഇതായിട്ടുണ്ട്. ഇനി കറി ഒന്ന് ലെവലായി വരട്ടെ. ഇപ്പോൾ എല്ലാവിധ സംഭവങ്ങളും റെഡിയായി. ഇനി കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടാവാം. പിന്നെ നമ്മളുടെ വീഡിയോയിൽ വരുന്ന പോരായ്മകൾ നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടാവും. അത്തരത്തിൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത്. ശരിക്കും ഇന്ന് ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് വെക്കണം എന്നൊക്കെ കരുതിയ ദിവസമായിരുന്നു. പക്ഷേങ്കിൽ അത്തരത്തിൽ ഇന്ന് ഞങ്ങൾ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഞങ്ങൾ കഴിക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് കയ്യിലും കാര്യം കൊട്ടക്കൈല് എന്തായാലും പറയാ അല്ലേ? കൊട്ടക്കൈലല്ലേ? തള്ളക്കൈലോ? ഇതിനല്ല ഊറ്റിന് കൊട്ടക്കൈല് നിങ്ങളവിടെയൊക്കെ എന്താ പറയുക? നെറ്റില്ല ഓട്ടയുള്ള ഇതിനെ അത് ഇനി ഇവിടെ ചൂറ്റുമോന്നല്ല വെക്കും അല്ലേ? ആ ഏകലുമേ ഇഷ്ട ചെയ്യാമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു കുക്കിംഗ് കഴിഞ്ഞതാണ് കേട്ടോ.
ഇതുപോലെ നമ്മളൊരു അടപ്പ് വെച്ച് അടച്ച് പിടിച്ച് അപ്പോൾ അതൊക്കെ ചരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചാടിക്കോളും കഞ്ഞിവെള്ളം ഉണ്ടാ. ഓക്കെ. അങ്ങനെ ചോറ് ഞങ്ങൾ അങ്ങനെയാണ് ഊറ്റാറ്. ചില ദിവസങ്ങളിൽ കഞ്ഞിയായിരിക്കും. കഞ്ഞി ആവുന്ന ടൈമിൽ നമ്മൾക്ക് അന്നത്തെ ദിവസം വേറെ ഒന്നും ഉണ്ടാവില്ല, അച്ചാറ് മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ഇനി നാളെ അല്ലെങ്കിൽ മറ്റന്നൊക്കെ കഞ്ഞിയാവും. ഏത് തരത്തേക്ക് വരും, ഞങ്ങളുടെ ഒരു ഉന്മേഷത്തിൻ്റെ ഭാഗം കൂടി ഇതിലുണ്ടല്ലോ. ഇങ്ങനെ ട്രാവൽ ചെയ്യുമല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാത്തിനുള്ള സൗകര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനാകുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലാവും കുക്കിംഗ് ഒക്കെ വരിക. കറി ഏതാണ്ട് തിളച്ച് നമുക്ക് കറി ടേസ്റ്റ് ചെയ്ത് മറ്റുള്ളവർ വയ്ക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, നമുക്കറിയില്ല. മുളക് കമ്മിയുണ്ടോ? എന്താ ചെടി കൊമ്പല്ല, അതെന്താണ്? ഓന്ത് കറി കളിയുന്നപ്പോ ഒഴിഞ്ഞു ഓന്തിപ്പോ കറി കളിയുന്നു. എവിടുന്നാണ് ചാടി തരാ? ഇതെന്താ സാധനം? ഏത് കഷ്ണ? അത് കഷ്ണം. ഓന്തിനിട്ടുള്ള കറിയാണ്. ഓന്ത് കറിയായിരുന്നു. ചെറിയൊരു മുളക് കമ്മിയുണ്ട് അല്ലേ? എനിക്ക് എന്താ അനുഭവപ്പെട്ട്? മുളകുണ്ട് അല്ലേ? മുളക് കമ്മിയാണ്. മുളക് കമ്മി. ചില്ലി പൗഡർ ഇടാണോ? നോക്കണ്ട, അത് മതിയാവൂലേ? മതി. മുളകാണോ? അല്ലാതെ വയറിളകാമല്ലോ. വയറ് എരിഞ്ഞിട്ട് ആകെ പിരാന്താവും. കിഴങ്ങ് വെന്തുണ്ടാവോ? ഈ കിഴങ്ങാണ് വെന്തിട്ടാക്കുക. പരിപാടി അങ്ങനെ ഫുള്ളായിട്ട് അല്ലേ? കുക്കിങ്ങിൻ്റെ അവസാനിച്ചിരിക്കുവാണ്. ഇനി ഇത്ര സാധനങ്ങൾ ഫുള്ളായിട്ട് വീണ്ടും ലോഡാക്കണം. ഈ പെട്ടിയും കാര്യമൊക്കെ ഞാൻ കയറ്റി വെച്ചു കേട്ടോ. നമ്മുടെ കടല പെട്ടിയും കാര്യമൊക്കെ കയറ്റി വെച്ചു. ഇനി ബാക്കിയുള്ള സാധനമൊക്കെ ഗ്യാസും വെള്ളമൊക്കെ എല്ലാം കംപ്ലീറ്റ് കയറ്റി വെക്കുക. വാ എടുക്ക്. അപ്പോൾ അങ്ങനെ ഫുൾ സാധനം ലോഡായി. ഇനി പെട്ടി വെക്കാണ്ട് വേറെ ഒന്നുമില്ല, ഒക്കെ എടുത്ത് കംപ്ലീറ്റ്. ഇനി നമുക്ക് പുനെയിലേക്ക് അങ്ങനെ പോയി നോക്കാം. പുനെയിലേക്ക് പോകുമ്പോൾ ഇനി ഏതിലേക്ക് വില്ലേജ് കയറാൻ പറ്റുവാണെങ്കിൽ ആകെ കയറിയിട്ട് അങ്ങനെ പോവാം. പോകുന്ന വഴിക്കുള്ള മനോഹരമായുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഓക്കെ. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി അവിടുന്ന് ഏകദേശം 1 മണിക്കൂർ റൺ ചെയ്തു. 1 മണിക്കൂറിലേറെ റൺ ചെയ്തു കേട്ടോ. ഇവിടെ ഇങ്ങനെ തണലുണ്ട്. അതിനേൽ ഈ തണലിൽ നിർത്തുവാണ്. ഇനി നമ്മളത് പരിപാടി എന്താ വെച്ചാൽ ബാക്കൊന്ന് തുറന്നിടാം. ബേക്ക് നമുക്ക് തുറന്നിടാം, അല്ലെങ്കിൽ പണി കിട്ടും. എന്നിട്ട് എന്തൊക്കെയുണ്ട് വർത്തമാനം? സുഖമല്ലേ നാട്ടുകാർക്കൊക്കെ? നാട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ? ഞങ്ങളങ്ങനെ പോണേ. ഞങ്ങളിപ്പോൾ അവിടെ നിന്നിട്ട് വന്നേ. അവിടുന്ന് ഞങ്ങൾ വന്ന് ഇപ്പോൾ തണൽ കണ്ടപ്പോൾ ഞങ്ങൾ ഇവിടെ നിർത്തി. തരത്തിൽ ഞങ്ങൾ തുറന്നോളും. അതെ, അത്യാവശ്യം ചൂടായുണ്ട്. വണ്ടികളൊക്കെ പോകുമ്പോൾ അതിൻ്റെ കാറ്റ് നല്ലോണം തട്ടും ചെയ്യും. ഇതിലെ കണ്ടോ, അതിൽ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. നല്ല കാറ്റാണ് അവിടെ. 24 മണിക്കൂർ ഇവിടെ കാറ്റാണ്. അതെ, 24 hours ഇവിടെ കാറ്റാണ്. എവിടെയും കയറാൻ വേണ്ടി കഴിഞ്ഞാൽ ഒരു വില്ലേജും കാര്യമൊന്നും കയറാൻ വേണ്ടി കഴിഞ്ഞില്ല. കരിമ്പ് ജ്യൂസ് വേണോ? കുടിക്കണോ? എന്നാൽ പിന്നെ ഓരോ കരിമ്പ് ജ്യൂസ് കുടിക്കാം. ഓക്കെ, ടേസ്റ്റ് എടുക്കട്ടെ. ഐസ് ഇട്ടതാട്ടോ. അവൻ്റെ മക്കളെ ചൂടത്തെ പൊള്ളുന്ന വെയിലാണ്. നട്ടുച്ച നേരം. ഇപ്പോൾ സമയം 12 മണി. വെള്ളം അങ്ങനെ ചെല്ലുമ്പോൾ സുഖം എന്താ പറയുക, അടിപൊളിയാണ്. നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് ടയറുള്ള വണ്ടി. ഒരുപാട് ടയർ പറഞ്ഞാൽ ഒരുപാട് ടയറുകൾ. ഒരു വണ്ടിയല്ല, അങ്ങനത്തെ 2 വണ്ടിയുണ്ട്. 2 വണ്ടിയുണ്ട് ഇവിടെ. എത്താൻ ടയറോ. ഇത് എന്ത് കൊണ്ടുവന്ന വണ്ടിയാണെന്ന് അറിയണില്ല. നമ്മൾ 1-2 വണ്ടി ലോഡ് കണ്ടില്ല നമ്മൾ നേരത്തെ. അതാ പോണു. അതുപോലത്തെ ഐറ്റംസ് ഒക്കെയാണ് കൊണ്ടുപോകുന്നതാണ്ടാ. നല്ല വെയിറ്റ് കൂടിയ സാധനങ്ങൾ. ഇത് എത്ര ടയറാ കൈസ്? ഇവിടെ തന്നെ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30, 32 ടയർ. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ചേസുമുള്ള ടയറാണത്. അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട്. അതായത് ഒരു സൈഡിലാണത്, ഈ സൈഡിലും ഉണ്ട് ഇതേപോലെ തന്നെ അത്രയും ടയറുകൾ കണ്ടാ. ഓൻ്റെ മക്കളെ,
ഈ വണ്ടി കൊണ്ടിറക്കാൻ ടയർ വാങ്ങി കുഴങ്ങുമല്ലോ. ഈ വണ്ടി കൊണ്ടിറക്കാൻ ടയർ വാങ്ങി. അതുപോലെ തന്നെ ഇതിന് എന്താ സസ്പെൻഷനും കാര്യമൊക്കെ വെയിറ്റ് താങ്ങണ വണ്ടി ആയതുകൊണ്ട് ഇതുമ്മലാവുക ലോഡ് വെക്കുക. അസാധ്യ വെയിറ്റ് ചെയ്യിക്കാറ് അത്. അപ്പോൾ അത് താങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിന്. മോനെ ഇത് നല്ല അതിപ്പോൾ തണലൊന്നും ഉണ്ടാവില്ല വെക്കോ വെയിൽ പറഞ്ഞിട്ടോ ഓർക്ക് എവിടെയെങ്കിലും നിർത്തുകയല്ലാതെ വേറെ എന്താ. ഇതിൻ്റെ ഇവിടുത്തെ ഈ ടയറൊക്കെ പോയി കേട്ടോ. ഇയാൾ ടയർ വാങ്ങി ആകെ പുറത്തം വിടുമല്ലോ. ഇത്രയും ടയർ വാങ്ങണ്ടേ? 32 എത്ര 64 ടയർ. ഇവിടെ ഈ എന്താ ബാക്ക് ബോഡി ഈ ഒരു ചേസിമത്തെ ടയറുകളാണ് പറഞ്ഞത് അത്ര. പിന്നെ ഫ്രണ്ടിലുണ്ട് ഇതേപോലെ 2 4 4 8 8 2 10 ടയർ ഫ്രണ്ടിലുണ്ട്. ഇതേതാ വണ്ടി ഏതാ കിടുക്കച്ച് വണ്ടി. ഈ ഒരു വണ്ടിയാണ് ഇത്ര സാധനങ്ങൾ വലിച്ചു കൊണ്ടുപോകണേ. എയ്ച്ചറിൻ്റെ വണ്ടി കേട്ടോ. ഓൻ്റെ മോനെ കച്ച് വണ്ടി കിടുക്കച്ച് വണ്ടി. അടുത്തതാ ഇത് സെയിം സംഭവം തന്നെ. പക്ഷേങ്കിൽ അത്ര ടയർ ഇതിനില്ല അല്ലേ? അത്ര ടയർ ഇതിനില്ലല്ലോ. ഇതിന് കുറച്ച് കമ്മിയല്ലേ? 2 4 6 8 10 12 14 അതിനുണ്ടല്ലോ. ഓ ഇതിൻ്റെ ലോഡ് കൊണ്ടുപോകുന്ന ഇനി കാണുകയാണെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളിത് കണ്ടപ്പോഴേ നട്ടിച്ച നേരമാണ്. ഭക്ഷണം കഴിച്ചില്ല. നമ്മൾക്ക് ഭക്ഷണം കഴിക്കണം നല്ല സ്ഥലത്തിയിട്ട് 1 മണിയായി സമയം. 1 മണി കാര്യമായിട്ട് വില്ലേജും കാര്യമൊന്നും കയറാത്തതുകൊണ്ട് ലോക്കോ നമ്മളീ പോന്നിട്ടില്ലേ ഇവിടെ വേറെ വഴി പോകണമെന്ന് കാണുന്നില്ലല്ലോ. ശരിയാട്ടാ വേറെ വഴി ഈ ഒരു ഹൈവേയിൽ നിന്നും പോക്കറ്റ് റോഡ് പോകുന്നൊന്നും വല്ലാതെ ഇല്ല ഉള്ളത്. പിന്നെ റൈറ്റ് സൈഡിലാണ്. അവിടേക്ക് യൂട്ടേൺ കിട്ടണമെങ്കിൽ തന്നെ ചിലപ്പോൾ കിലോമീറ്റർ കണക്കിന് പോകണം. എത്ര പോകണം അറിയോ? ഇയാൾ ടയർ വാങ്ങിക്കോയേക്കും. ഞാൻ അതിനെ പറയണേ. എനിക്കതാണ് ഇത് 2 സെയിം സാധനം തന്നെടാ. ഇത് കുറച്ച് പുതിയതാണ്. അയ്യോ അടിപൊളി എന്നാച്ചി. ഇതിലെ ലോഡ് എന്താണ് സാധനം കൊണ്ടുപോകണേ? ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഇവിടുത്തെ ആളുകളൊന്നും കാണാനല്ല. അവരൊക്കെ വെയിലായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇരിക്കുന്നുണ്ടാവും. ആ ഷെഡിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇരിക്കുന്നുണ്ടാവും. നമ്മൾക്കെന്നാൽ പോവല്ലേ വെയിലത്ത് വല്ലാതെ അങ്ങനെ നിൽക്കണ്ട. ഇനി നമ്മൾ വീണ്ടും ഹൈവേയിലേക്ക് കയറുവാണ്. അപ്പം അങ്ങനെ ആ സൈഡ് അങ്ങനെ പിടിച്ച് പോവാം. പൂനെയിലേക്ക് ഇനി എത്ര 180 ചില്ലാൻ കിലോമീറ്ററോ 170 ചില്ലാൻ കിലോമീറ്റർ എങ്ങാണ്ടുണ്ട്. കറക്റ്റ് അറിയില്ല. അത്രയൊക്കെ ഉണ്ട്. ഇത് ലോറികൾ നിർത്തുന്ന ഒരു ഡാബ് പോലെയുള്ള സ്ഥലമാണ് പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ ഈ റോട്ടിന് ഇഷ്ടം പോലെ ഇതുപോലത്തെ പാർക്കിങ്ങുകൾ ലോറികൾക്ക് നിർത്താൻ വേണ്ടി ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. 2 സൈഡിലുണ്ട്. അതുപോലെ തന്നെ ചൂടാണ് ഇത് സഹിക്കാത്ത. ചൂട് സഹിക്കല്ല. കാറ്റുണ്ട്. അതിനപ്പോൾ ചൂടുണ്ട്. ചൂടുണ്ട്. മുഖമൊക്കെ ഇങ്ങനെ ചുളിയുമാണ്. നമുക്ക് കണ്ണ് കുറച്ച് എപ്പോഴും ഇങ്ങനെ ആക്കി പിടിക്കാനേ കഴിയുള്ളൂ. കാരണം അത്രയും പ്രകാശ കണ്ണിലേക്ക് വരുവാണ്. ചൂട് കണ്ണിലേക്ക് ചൂട് കാറ്റ് വരുവാണ്. കഷ്ടപ്പാടാണ് അല്ലേ? എന്നാലും ഈ ഒരു കഷ്ടപ്പാടിൻ്റെ ഇടയിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. ഞങ്ങൾ നേരെ പൂനെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എത്തുമെന്ന് കരുതുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇന്ന് എത്തും ഞങ്ങൾ. മേലെ കൂടെ ഹൈവേയുടെ പണി നടക്കുകയാണ്. അപ്പോൾ വണ്ടികളൊക്കെ ഡൈവേർട്ട് ചെയ്ത് ഇതിലേയും വിടുവാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു തണലുള്ള ഏരിയ. മരങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ റോട്ടിൽ. മരങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഭക്ഷണം കഴിക്കുന്ന ടൈമായിട്ടുണ്ട്. ഏതാണ്ട് 1:30 മണിയായി. 1:30 മണിക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലുണ്ട്. ചിലപ്പോൾ 2 മണി ആവും കേട്ടോ, ചിലപ്പോൾ 3 മണിയൊക്കെ ആവും. പക്ഷേ എങ്കിൽ ഇന്ന് വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കാം. പിന്നെ നല്ല തണലും കിട്ടും. ഇത്ര സൗകര്യം ചിലപ്പോൾ ഇനി കിട്ടൂല. എടുക്കും. അയില വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. ഒക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയത് തന്നെയാണല്ലോ. പിന്നെ പ്രത്യേകിച്ച് കാണിച്ചൊന്നുമില്ല, സ്പെഷ്യലായിട്ടൊന്നുമില്ല. അതെയോ? ഇത് രാത്രിയേക്കാണ്. ഇത് മതിയാവും, ഉണ്ടാവും. കുറച്ച് ഇട്ടാൽ മതി ഇപ്പോൾ. ഇത് വൈകുന്നേരത്തിന് കേട്ടോ. രാത്രിയേക്കാ. ഓക്കെ വെച്ചിട്ട് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാല്ലേ? കഴിച്ചൊക്കെ എന്താ മട്ടം വെച്ച് കൈ കഴുകിയല്ലേ? ടേസ്റ്റ് ഒക്കെ എന്താ മട്ടം പറഞ്ഞു കൊടുക്കുക. കേട്ടോ അടിപൊളിയാ. മുട്ടയിൽ ഉപ്പ് ഏറെ എന്താ
മുട്ടയിൽ ഉപ്പ് പാകാം അല്ലേ? മുട്ടയ്ക്ക് കുറച്ച് മതി ഉപ്പ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ. ഉച്ച വരെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒന്നും കൂടി ഉണ്ട്, ഞങ്ങൾ പല വില്ലേജുകളും കയറാറുണ്ട്. പക്ഷേങ്കിൽ ഇന്നത്തെ ഈ ഒരു ഹൈവേയിൽ കാര്യമായിട്ടൊന്നും കാണാനില്ല. ഇനി വൈകിട്ടാകുമ്പോഴേക്കൊക്കെ കിട്ടു നോക്കുക. ഉച്ചഭക്ഷണം വരെയായി അല്ലേ? എല്ലാവരും കഴിച്ചു എന്ന് കരുതണം. രാവിലെ കഴിക്കലും ഉച്ചയ്ക്ക് കഴിക്കലും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് കരുതണല്ലോ ഇപ്പോൾ. എന്നാൽ കഴിക്കട്ടെ. വേറെ എവിടെ കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് വേറെ ഒരു പോക്കറ്റ് റോഡ് ഒന്നുമില്ല. നല്ലൊരു പോക്കറ്റ് റോഡ്, നല്ലതാണ്. സ്റ്റാർട്ടിങ്ങിലേക്ക് നല്ലത് ഇല്ല. അതെന്താ വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഇനി പൂനെയിലേക്ക് 120 കിലോമീറ്ററോളം. 120 കിലോമീറ്റർ. ഇപ്പം സമയം എന്ന് പറയുന്നത് 4:45. 4:45 സമയത്ത് ഞാനും കുക്കും ഈ നട്ട് വെച്ച നേരം പോലെ കിടക്കുന്ന, ഈ നട്ടാൻ നടക്കുന്ന പോലെ കിടക്കുന്ന ഒരു സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലമരമില്ലാത്ത സ്ഥലമാണത്. എപ്പോഴെങ്കിലൊക്കെ ഒരു തണൽ കിട്ടുകയാണെങ്കിൽ അവിടെ ഞങ്ങൾ സൈഡാക്കാറുണ്ട്. ഒരുപാട് റെസ്റ്റൊക്കെ ചെയ്താണ് ഞങ്ങളുടെ യാത്ര ഉണ്ടാവുക. റെസ്റ്റ് ധാരാളം ഉണ്ടാവും ഞങ്ങളുടെ യാത്രയിൽ. കാരണം ഒരു മണിക്കൂറാണ്. 1 മണിക്കൂർ എണ്ണാക്കിയിട്ട് വണ്ടി നിർത്തും, എന്നിട്ട് ബാക്ക് ഡോറൊക്കെ തുറന്നിടും. അതിനൊക്കെയാണ് ഞങ്ങളുടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ടുള്ള ചായ കുടിക്കാനുള്ള നേരമായി. ചായക്ക് കടിയുണ്ടാവും. അപ്പോൾ അങ്ങനെ അടുത്ത 1 മണിക്കൂറായി. അടുത്ത 1 മണിക്കൂറായിട്ട് നമ്മളങ്ങനെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ട NH 65 പൂനെയിലേക്ക് 105 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. 105 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത്. ആ ഒരു കാലുമ കാണുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഡോറും കാര്യമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. ഓരോ ഗ്ലാസ് ചായ കുടിക്കുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആയി. 5:10 ആയുള്ളൂ. പക്ഷേ ഞങ്ങളിപ്പോൾ നിർത്തിയത് കൊണ്ട് ഇപ്പോൾ ചായ കുടിക്കാം. ചെറിയൊരു മരത്തിൽ ചെറിയൊരു തണലിലാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങോട്ട് നോക്കിയാൽ അവിടെയൊക്കെ ചെറിയൊരു തണലുള്ളൂ കാണുന്നത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിലോ ഇല്ല തന്നെ. റോഡ് അങ്ങനെ വിടർന്ന് കിടക്കുകയാണ് അല്ലേ? ഓ സുലൈമാനി ഈ ചൂടത്ത് ശരിക്ക് ചൂട് ചായ കുടിച്ചാൽ എന്താവും നോക്കുമോ? പണി കിട്ടാനൊന്നുമില്ല. ഒരു ഗ്ലാസ് ചായ അല്ല ഒക്കെ കുടിച്ചാൽ. രാവിലെ ഒരു ചായ, ഒരു ചായ ആകെ 2 നേരമല്ല കുടിക്കണുള്ളൂ. അപ്പോൾ കുടിക്കാം. ഇതിലേക്ക് കഴിക്കാൻ പഴം ഫസ്റ്റ്. ഒരു പഴത്തിന് അടി ഉണ്ടാവും. ഒരു പഴത്തിന് അടിയോ? ഒരു പഴം റോട്ട് കിട്ടാതെ ഒരു പഴം ട്രോസ് ഉണ്ടല്ലോ. ട്രോസ് ഇട്ട് നിന്നുണ്ടല്ലോ. അത് ശരിയാവില്ല. ഏതായാലും അപ്പം അങ്ങനെ ഇനി നമ്മൾക്കിന്ന് കിടക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടണം. ഈ സ്ഥലമൊക്കെ കണ്ടങ്ങൾ വളരെ വിജനമായിട്ട് ഒഴിഞ്ഞ് കിടക്കുന്ന, ഒരു കൃഷി ഒന്നും ചെയ്യാതെ അങ്ങനെ കിടക്കുന്ന സ്ഥലമാണ്. ഒരു പരിപാടിയും അവിടെ ഒന്നുമില്ല. അവിടെ അങ്ങനെ ഒഴിഞ്ഞങ്ങനെ കിടക്കുവാണ്. ഏതായാലും നമ്മളങ്ങനെ പൂനെയിലേക്ക് തന്നെ പൂനെ ഭാഗം പോയി നോക്കുക. ഇന്നിപ്പോൾ എന്തായാലും ഇനി നമ്മൾ എത്തൂല കേട്ടോ. ഇനി എത്തുന്ന പ്രതീക്ഷയൊന്നും വേണ്ട. ഇന്ന് എത്തില്ല. കാരണം ഇപ്പം സമയം 5 മണി ആയില്ലേ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടിയും കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കാനായി അല്ലേ? ഇപ്പം നമ്മളെത്തൂല. അപ്പം അങ്ങനെ ചായ പിടിക്കട്ടെ. കുറച്ച് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയതാണ്. അത് മഹാരാഷ്ട്രയിൽ ഡീസലിൻ്റെ റേറ്റ് അത് പറഞ്ഞുതരാം. മഹാരാഷ്ട്രയിലെ ഡീസലിൻ്റെ വില, ഡീസലിൻ്റെ പെട്രോളിൻ്റെയും വില നമുക്കൊന്ന് നോക്കാം. ഡീസലിൻ്റെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് പെട്രോളിന് 104 രൂപയാണ്. എന്താ ഡീസൽ 90 റുപ്യ 90 പൈസ. അതാണ് നമ്മളുടെ മഹാരാഷ്ട്രയിലെ ഡീസലിൻ്റെ പെട്രോളിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കർണാടകത്തൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കർണാടകയൊക്കെ പൊതുവെ എല്ലാവരും പോകുന്ന മേഖല ആയതുകൊണ്ടാണ് കാണിക്കാൻ. പക്ഷേ ഇവിടുത്തെ നമ്മളൊന്ന് കാണിച്ചതാണ്. കുറച്ച് കമ്മി തന്നെയാണ്. നമ്മളുടെ ഡീസലിന് 96 അല്ലേ വരുന്നത്. അപ്പോൾ കമ്മി തന്നെയാണ് അല്ലേ? റേറ്റ് കുറച്ച് കമ്മിയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ഞങ്ങൾ വണ്ടിക്ക് ഡയറക്റ്റ് അടിക്കുകയല്ല. കാരണം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ വണ്ടിക്ക് ഡയറക്റ്റ് അടിക്കാതെ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എന്താ ഇതിലൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളാകുക, ടാങ്ക് ഫുള്ളാകുകയാണ്. അപ്പോൾ ഇതൊക്കെ ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒഴിക്കാണ്ട് ഫുൾ ഇതിൽ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു. ഇതിൽ എത്ര ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് വരിക നമുക്ക് നോക്കാം. റേറ്റ് ഇപ്പോൾ തന്നെ എത്രയായി? 380 400 റുപ്യ കഴിഞ്ഞു കേട്ടോ. 413 ഏതാണ്ട് ഫുള്ളായി. അങ്ങനെ 421 രൂപയുടെ ഡീസൽ അടിച്ച്
വണ്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വണ്ടി ഇതിനിടക്കൊന്ന് ഓഫായപ്പോൾ ഞാനും കുക്കും പേടിച്ചു പോയി അല്ലേ. ഇതിനിടക്ക് വണ്ടിയിൽ ഡീസൽ കഴിഞ്ഞ് വണ്ടി ഒന്ന് ഓഫായിപ്പോയി. ഞാൻ ഇത് പിസ്റ്റൺ പിടിച്ച് എണ്ണ അടിക്കല്ല, എണ്ണ ഉള്ളത് നമ്മൾ ഒഴിച്ചു. ആ അതെ, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ പേടിച്ചു. ഇനി പിസ്റ്റൻ അങ്ങനെ പിടിച്ചായിരുന്നു. പിസ്റ്റൻ പിടിച്ച് വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്താ കുക്ക് കാട്ടുന്നതൊക്കെ കുക്കുവിനെ ടെൻഷനാക്കി, ഞാനും ജസ്റ്റ് ടെൻഷനായി. പക്ഷേ എങ്കിൽ എണ്ണ ഒഴിച്ചപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഈ മീറ്റർ ഉണ്ട്, ഇത് പഴയതാണ്. ഇതിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. വണ്ടിയൊക്കെ ആകെ പൊടി പിടിച്ച് അരപ്പായില്ലേ. വണ്ടിയൊക്കെ ആകെ പൊടി പിടിച്ച് അരപ്പായി. എന്നാൽ അതിനൊക്കെ പൊടിയാണ്, കംപ്ലീറ്റ് പൊടി, അവിടെ ഒക്കെ പൊടിയാണ്. ഫ്രണ്ടിൽ ഈ സൈഡ് നോക്കണ്ട, അങ്ങനെ തുരുമ്പും കാര്യമൊക്കെയാണ് സൈഡൊക്കെ. ഇവിടെ ഞാൻ ഈ കർട്ടനിൽ തൊട്ടുന്നു. ബാക്കത്തെ അവസ്ഥയൊക്കെ ഞാൻ നോക്കിയാലേ അറിയുള്ളൂ. हाय भैया, बाय बाय। देवंग लोरी ड्राइवर है तुम? लोरी ड्राइवर किधर है? आगरा। आगरा, आगरा में जाएगा। आगरा दिल्ली, आगरा का टाइम वंडी पोना। क्या लोड है इसमें? दूध पाउडर। दूध पाउडर, दूध पाउडर दूध पाउडर എന്താ അറിയില്ല. അറിയണമെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ ബൈ, താങ്ക് യു. സമയം ഏകദേശം 6:30 ആയിട്ടോ. 6:30 സൂര്യനൊക്കെ താഴ്ന്നു തുടങ്ങി. കണ്ടോ, വളരെ ഒഴിഞ്ഞ പ്രദേശമല്ലേ. വളരെ ഒഴിഞ്ഞ പ്രദേശമാണ്. അപ്പോൾ നമുക്കൊരു ഹോൾട്ടിങ് ഇല്ല. ആ സൈഡ് ഹോൾട്ടിങ് ഉണ്ട്, പക്ഷേങ്കിൽ യൂട്ടേണൊക്കെ എവിടെ എന്താ അങ്ങനെ ഒന്നും അറിയില്ല. അപ്പോൾ ആ സൈഡ് നിൽക്കുന്നില്ല. നമുക്ക് ഈ സൈഡ് തന്നെ കിട്ടുമൊക്കെ. 7 മണി വരെയൊക്കെ റൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവാം. സൂര്യനൊക്കെ താഴ്ന്നു. 6:30 ആയി. ഒരു 7 മണിയോട് കൂടിയൊക്കെ കിട്ടുവാണെങ്കിൽ വളരെ സുഖമായിരുന്നു. എനിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. പോരുന്ന ബൈക്ക് 2-3 സ്ഥലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ധാബകളും പെട്രോൾ പമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, പക്ഷേ യൂട്ടേണൊക്കെ ചിലപ്പോൾ ഒരുപാട് കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടേക്കാരം. എത്ര കിലോമീറ്റർ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് കിട്ടുന്ന സ്ഥലത്ത് നമ്മളത് ചോദിച്ച് നോക്കും. അവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്, അവിടെ ചോദിച്ച് നോക്കാം. കിട്ടുവാണെങ്കിൽ ഇന്നത്തെ ഹോൾട്ടിങ് അവിടെ ആയിരിക്കും. സമയം ഒരു 6:45 6:45 നമ്മളുടെ വണ്ടി ഇവിടെ ഒരു ഗ്യാപ്പ്. ഞങ്ങൾ ഇവിടുന്ന് 2 വെള്ളം വാങ്ങി കേട്ടോ. ഇത് ആബയാണ്, ഇത് ആബയിലാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടുത്തെ നമ്മുടെ വാച്ച്മാനാണ് അദ്ദേഹം. നമ്മുടെ വണ്ടി അവിടെ ബാക്കിൽ കൊണ്ടുപോയിട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സേഫായി, ഇപ്പോൾ വളരെ സേഫായി. കാരണം എന്താ വെച്ചാൽ ഇവരുടെ നേരെ ഫ്രണ്ടിൽ തന്നെ ആൾക്കാരുള്ളവിടെ തന്നെയാണ് നമ്മുടെ വണ്ടി ഉള്ളത്. നമുക്കും തന്നെ ഇതൊരു ധൈര്യമാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഇനി കിടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ നൈറ്റ് നമ്മൾ ഇവിടെ പൂനെയിലേക്ക് എത്തിയില്ല, ഇവിടെയാണ്. കുക്ക് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. പാർലേജി 2 പാർലേജി വാങ്ങിയിട്ടുണ്ട്, 2 സ്പ്രൈറ്റും വാങ്ങിയിട്ടുണ്ട് അല്ലേ. ഇത്രയും ഈ സാധനം എന്താണ് ഇങ്ങോട്ട് ഞങ്ങൾ ചെയ്യണത്? അമ്മ രണ്ടോടെ എന്താണ് ചെയ്യണത്? എന്താണ് വല്ലാത്ത. അപ്പോൾ ഞങ്ങൾ ഇത്തരം വെള്ളങ്ങളൊന്നും പുറത്ത് വാങ്ങിക്കാറില്ല, നമ്മൾ വെള്ളം തന്നെ കുടിക്കുക. പക്ഷേ എങ്കിലും ഇന്ന് ഇവിടുത്തെ ചൂട് കാരണം ഒന്ന് കുടിക്കാന്ന് കരുതി അല്ലേ. കുറേ ആയി നമ്മൾ ഇത്രയും വെള്ളങ്ങൾ കുടിച്ചിട്ട്. പുറത്ത് വെള്ളമൊന്നും കുടിക്കാറില്ല, തീരെ കുടിച്ചില്ലല്ലോ. വന്നിട്ട് തീരെ കുടിച്ചില്ലല്ലോ. നാട്ടിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ കുടിക്കും. അതെന്താ വെച്ചാൽ അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്. പിന്നെ നമ്മളുടെ കുക്കിങ്ങും കാര്യമൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇനി നമ്മളുടെ നൈറ്റിലെ ഫുഡും അത് തന്നെയാണ്. നൈറ്റിലെ ഫുഡും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടാണല്ലോ രാവിലെ ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇനി നൈറ്റിൽ പ്രത്യേകിച്ച് ഇനി കാണിക്കല നമ്മളുടെ കിടത്തവും കാര്യമൊക്കെയാണ്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. കാരണം എന്ന് വെച്ചാൽ ഈ വീഡിയോ തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഇനി ആ ഒരു വീഡിയോ കൂടി വരുമ്പോഴേക്ക് നമ്മളിതൊക്കെ സെറ്റാക്കിയൊക്കെ കാണിക്കുമ്പോഴേക്ക് അത് തന്നെ ഒരു 10-20 മിനിറ്റ് സമയം ഞങ്ങൾക്ക് തന്നെ അത് ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾക്ക് തന്നെ അരമണിക്കൂറോളം വേണം. അവർ 20 മിനിറ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.